വിഴിഞ്ഞത്ത് നങ്കൂരമിട്ട ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് വർണ്ണാഭമായ സ്വീകരണം. മദർ പോർട്ട് എന്ന് വിളിക്കാവുന്ന തുറമുഖമാണ് വിഴിഞ്ഞമെന്ന് ട്രയൽ റണ്ണിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. 2028 സമ്പൂർണ്ണ തുറമുഖമായി വിഴിഞ്ഞം മാറും. രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട്. 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത്. ഈ വിധത്തിൽ 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മൻമോഹൻ സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചത് ചരിത്രമാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. പദ്ധതിക്ക് തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരാമർശിച്ചില്ല. പദ്ധതിയെ LDF ആദ്യം എതിർത്തത് അഴിമതി തടയാനാണെന്നും പിണറായി വിജയൻ ന്യായീകരിച്ചു. 2012 ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ LDFിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, ദീർഘമായൊരു സമരം 212 ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ്. 2013 പിന്നീട് ഗ്ലോബൽ ടെൻഡർ വരുന്നത്. അത് നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 2015 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പരിപാടി കൂടുതൽ നന്നായേനെന്ന് M. വിൻസെന്റ് MLA പറഞ്ഞു. ഗവൺമെന്റുകളുടെ തുടർച്ചയാണ് ഇത്. നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹമായിരിക്കുമായിരുന്നു. നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു. ചരിത്ര ദിനമെന്നും അദാനി ഗ്രൂപ്പ് വാക്ക് പാലിച്ചെന്നും കരൺ അദാനി പറഞ്ഞു. UDF നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും കരൺ അദാനി നന്ദി അറിയിച്ചു. I extend my deep gratitude on behalf of the Adani Group and on my own behalf to you, Honorable Chief Minister Shri Pinarayi Vijayan ji, for guiding us through the most difficult part of this project and its execution on the ground. I would also like to thank Honorable Union Minister Shri Sonowal ji, to Shri Shashi Tharoor ji, Honorable Member of the Parliament for Thiruvananthapuram, to the late Shri Oman Chandi ji, to my Adani colleagues who put their heart and soul into this project. S. വിജയകുമാർ വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി. വിജയകുമാർ, നമ്മളൊക്കെ ഉറ്റുനോക്കിയത്
പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ പേര് പറയാതെ ആ സർക്കാരിന്റെ കാര്യം പരാമർശിക്കുന്നു. ഒപ്പം മൻമോഹൻ സിംഗ് സർക്കാർ എങ്ങനെയാണ് ഇതിന് അനുമതി തടയാൻ ശ്രമിച്ചത് എന്നത് പറയുന്നു. ഏത് സാഹചര്യത്തിലാണ് തങ്ങൾ ഇതിനെ എതിർത്തത്, അതിൽ അഴിമതി എന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ പിന്നീട് MLA സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മൾ കണ്ടത് അപ്പോഴും ഈ പിതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ, അവകാശ എന്നതും ഒരു ശ്രദ്ധേയമായി. എം വിൻസെൻ്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ഒരു സംശയം പലപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം സ്ഥലം MLA ആണ്. തന്നെയുമല്ല UDF അത് ബഹിഷ്കരണ ആഹ്വാനം നൽകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഇന്ന് രാവിലെ അറിയിച്ചു. അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകളെ പറ്റി അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ പ്രഭാഷണത്തിൽ കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചു. ഒപ്പം പ്രതിപക്ഷ നേതാവിനെ കൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിൽ അത് ഒരു നല്ല മാതൃകയാകുമായിരുന്നു. സർക്കാരുകൾക്ക് തുടർച്ചയുണ്ട്, അതുകൊണ്ട് ഒരു സർക്കാർ ചെയ്യുന്നത് മറ്റൊരു സർക്കാർ തുടർന്നു കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉറപ്പായും ഇതിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി പങ്കുണ്ടാകേണ്ടതായിരുന്നു, അദ്ദേഹത്തെ കൂടി ക്ഷണിക്കേണ്ടതായിരുന്നു എന്ന് സൂചിപ്പിച്ചു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ 2 ടേമിലും നടന്ന ഇടപെടലുകളെക്കുറിച്ചും എം വിൻസെൻ്റ് അത് നല്ല നിലയിൽ ആ ഇടപെടൽ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്ത് നടന്ന ചർച്ചകൾ, ആ ചർച്ചകളുടെ ചുവട് പിടിച്ചു തന്നെയായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കേന്ദ്രമന്ത്രിയൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ അതുതന്നെയായിരുന്നു പരാമർശ വിഷയമാവുകയും ചെയ്തതിലെ രാഷ്ട്രീയം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ദിവസങ്ങളിലും അല്ല വരും ദിവസങ്ങളിലും അതിൽ വലിയ ചർച്ചകൾ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതിൻ്റെ പദ്ധതി ആരാണ് യാഥാർത്ഥ്യമാക്കിയത്, ആരാണ് അതിന് വിയർപ്പൊഴുക്കിയത്, ആരുടെ കാലത്താണ് അതിൽ നിർണായക ഇടപെടൽ ഉണ്ടായത് എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ, അക്കാര്യത്തിലുള്ള അവകാശവാദങ്ങൾ അത് നിലയ്ക്കുന്നില്ല, അത് തുടരുകയാണ്. അതാണ് ഉദ്ഘാടന വേദിയിലും നമ്മൾ കേട്ടത്. അനുജ, ശരി, അതാണ് വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക ട്രയൽ റൺ ഉദ്ഘാടന വേദിയിലും ഉണ്ടായത്. S. വിജയകുമാറാണ് വിഴിഞ്ഞത്ത് നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. ഇനി